ഹായ്, വെൽക്കം ബാക്ക് ടു നോളജ് വ്ലോഗർ. എൻ്റെ പേര് സ്റ്റെഫി. നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം എക്സസൈസ് 7.1 10th ക്വസ്റ്റ്യൻസ് വരെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. നമുക്കിനി 11th ക്വസ്റ്റ്യനിലോട്ട് നോക്കിയാലോ. 11th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 5x² മൈനസ് 4 ഡിവൈഡഡ് ബൈ x² dx. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. എക്സ് ക്യൂബ് ബൈ x² പ്ലസ് 5x² by x² minus 4 by x² dx. ഓക്കെ, ഞാനിതിനെ സെപ്പറേറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് ക്യാൻസൽ ചെയ്തൊക്കെ കളയാൻ പറ്റും. നോക്കിക്കേ, എക്സ് ക്യൂബ് ബൈ x², മുകളിലെ ഒരു x² താഴത്തെ x² ക്യാൻസൽ ചെയ്താൽ ബാക്കി എത്ര എക്സ് ഉണ്ട്? ഒരു എക്സ് ഉണ്ട് അല്ലേ? പ്ലസ് മുകളിലത്തെ x² താഴത്തെ x² ക്യാൻസൽ ചെയ്താൽ ബാക്കി ആരുണ്ട്? 5 ഉണ്ട് അല്ലേ? മൈനസ് 4 by x². ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കിയേ, നമുക്ക് 1/x ഇന്റഗ്രൽ അറിയാം. എന്തായിരുന്നു? ലോഗ് മോഡ് x ആണ് 1/x ഇന്റഗ്രൽ. അപ്പൊ നമുക്ക് പക്ഷെ ഇവിടെ 1/x² അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിനെ മണ്ടയ്ക്കോട്ട് കൊണ്ടുവരും, ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവരും. അതായത് പവർ എന്താകും? നെഗറ്റീവ് ആകും. ഡിനോമിനേറ്ററിൽ പവർ പോസിറ്റീവ് ആകുമ്പോൾ ന്യൂമറേറ്ററിൽ വരുമ്പോൾ അത് എന്താകും? പവർ നെഗറ്റീവ് ആകും. അതായത് 4 into x പവർ -2. ഓക്കെ, ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ നമുക്കിതിനെ സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 5 dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് 4x⁻² dx. ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എക്സ് പവർ. ഇന്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് പവർ 1 അല്ലേ? അപ്പം അതായത് x⁻1 + 1/1 + 1 പ്ലസ് 5 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്, അതായത് 5x എന്ന് വരും. മൈനസ് 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. എന്താണ്? എക്സ് പവർ -2ന്റെ ഇന്റഗ്രൽ, എക്സ് പവർ n-ന്റെ ഇന്റഗ്രൽ അപ്ലൈ ചെയ്യുക. എന്താണ്? ഇന്റഗ്രൽ ഓഫ് x⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻n + 1/n+1. ഇവിടെ n എന്താണ്? -2 ആണ് ഇവിടെ n. അതായത് എങ്ങനെ വരും? എക്സ് പവർ -2 + 1/-2 + 1. പിന്നെ എന്ത് ചെയ്യണം? ഒരു പ്ലസ് സി ആഡ് ചെയ്യണം അല്ലേ? ഓക്കെ, നോക്കിക്കേ, ഇപ്പം എന്ത് വരും? ഇവിടെ ആദ്യത്തെ നമ്മൾ x²/2 വരും പ്ലസ് 5x മൈനസ് -2 + 1 എന്ത് വരും? -2 + 1 ഡിഫറൻറ്റ് സൈൻ അല്ലേ? ഡിഫറൻറ്റ് സൈൻ വരുമ്പോൾ ഡിഫറൻസ് കണ്ടിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടണം. അതായത് -2 + 1 എന്ന് പറഞ്ഞാൽ 2 - 1 എന്താണ്? 1 ആണ്. ഇപ്പോൾ ഗ്രേറ്റർ നമ്പർ 2 ആണ്. 2ന്റെ സൈൻ ഇവിടെ മൈനസ് ആയതുകൊണ്ട് നെഗറ്റീവ് വരും. -1 ആണ് ആൻസർ. അപ്പോൾ 4 അവിടെ എഴുതാൻ മറക്കരുത്. 4 ഒരു കോൺസ്റ്റന്റ് ആണ് അവിടുത്തെ. എക്സ് പവർ -1/-1 പ്ലസ് സി. ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത് എന്ത് വരും? x²/2 പ്ലസ് ഇവിടെ കണ്ടോ ഒരു -1 അല്ലേ ഡിനോമിനേറ്ററിൽ? അപ്പൊ ഈ മൈനസ് എന്തായിപ്പോവും? പ്ലസ് ആയിപ്പോവും. ഡിനോമിനേറ്ററിൽ മൈനസ് വന്നാൽ ന്യൂമറേറ്ററിൽ വരുന്ന പോലെ തുല്യമാണ്. അപ്പൊ മൈനസ് എന്തായിപ്പോവും? പ്ലസ് ആയിപ്പോവും. x²/2 പ്ലസ് 5x മൈനസ് പ്ലസ് ആയി അല്ലേ? അപ്പൊ 4. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് പവർ -1 അല്ലേ? എക്സ് പവർ -1 അല്ലേ? എക്സ് പവർ -1 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/x⁻1 എന്ന് എഴുതാമല്ലോ. എക്സ് പവർ 1 എന്ന് പറഞ്ഞാൽ എക്സ്. അതായത് എന്ത് വരും? എങ്ങനെ വരും? ഇൻറ്റു 1/x എന്ന് വരും പ്ലസ് സി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എഴുതുമ്പോൾ x²/2 പ്ലസ് 5x പ്ലസ് 4/x പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 12th 1 നോക്കിക്കേ, ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എന്താണ്? √(x) ആണ് അല്ലേ? മുമ്പേ ഒരു x² മാത്രമായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇതിനെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അതിന് മുമ്പ് √(a) എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? a⁻1/2 ആണ്. അതേപോലെ √(x) എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് വരും? x⁻1/2 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ അങ്ങനെ ഒന്ന് എഴുതാം. x³ പ്ലസ് 3x പ്ലസ് 4 ഡിവൈഡഡ് ബൈ x പവർ 1/2 dx. ഓക്കെ, അപ്പൊ നമുക്ക് മുമ്പേ ചെയ്ത പോലെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ്
x cube by x raised to 1 by 2 plus 3x by x raised to 1 by 2 plus 4 by x raised to 1 by 2 dx. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് റേസ് ടു 1 by 2 മുകളിൽ കൊണ്ടുവരാം. ഇപ്പൊ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്താണെന്ന് നമുക്കറിയാം. എന്താ? എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ റേസ് ടു എം മൈനസ് എൻ ആണല്ലോ. അതേ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. എന്ത് ചെയ്യും? എക്സ് റേസ് ടു 3 മൈനസ് 1 by 2 നോക്കാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു 3 മൈനസ് 1 by 2 ഡി എക്സ് സെപ്പറേറ്റ് കൊടുക്കുവാണേ. ഡി എക്സ് പ്ലസ് 3 വെളിയിൽ എടുക്കാം. ഇന്റഗ്രൽ ഓഫ് എക്സ് മാത്രമായിരുന്നല്ലേ അവിടെ. അപ്പം എക്സ് റേസ് ടു 1 എക്സ് മാത്രം ഉള്ളെങ്കിൽ എക്സ് റേസ് ടു 1 എന്നാണ് അതിന്റെ മീനിങ്. 1 മൈനസ് 1 by 2 ഡി എക്സ്. പിന്നെ എന്ത് വരും? പ്ലസ് 4 കോൺസ്റ്റന്റ് ആണ്, വെളിയെടുക്കാം. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിലല്ലേ കിടക്കുന്നത്? ഡിനോമിനേറ്ററിലല്ലേ എക്സ് പവർ 1 by 2 കിടക്കുന്നത്? ന്യൂമറേറ്ററിൽ വരുമ്പോൾ എന്ത് വരും? മൈനസ്. മുമ്പേ ചെയ്ത പോലെ തന്നെ എക്സ് പവർ മൈനസ് 1 by 2 എന്ന് വരും. എക്സ് പവർ മൈനസ് 1 by 2 ഡി എക്സ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഇന്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് എക്സ് പവർ 3 മൈനസ് 1 by 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 2 6. 6 മൈനസ് 1 by 2 മീൻസ് 5 by 2 ഡി എക്സ് പ്ലസ് 3 കോൺസ്റ്റന്റ് ആണ്. 1 മൈനസ് 1 by 2 എന്ന് പറഞ്ഞാൽ 1 നിന്ന് ഹാഫ് പോയ ഹാഫ് ഡി എക്സ് പ്ലസ് 4 ഇൻറ്റു നമുക്ക് അതിനെ അതുപോലെ തന്നെ എഴുതാമേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പൊ നോക്കിക്കേ, എല്ലാം നോക്കിക്കേ, എല്ലാം എക്സ് റേസ്ഡ് പവർ റൂൾ ആണ്. നോക്ക്, എക്സ് റേസ് ടു 5 by 2, എക്സ് റേസ് ടു 1 by 2, എക്സ് റേസ് ടു മൈനസ് 1 by 2. അപ്പം പവർ റൂൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? എന്താ? എക്സ് റേസ് ടു n plus 1 by n plus 1 അല്ലേ? അപ്പൊ എക്സ് റേസ് ടു 5 by 2 plus 1 by 5 by 2 plus 1 plus 3 into x raised to 1 by 2 plus 1 by 1 by 2 plus 1 plus 4 constant ആണ്. Again x raised to minus 1 by 2 plus 1 by minus 1 by 2 plus 1. ഇവിടെ n minus 1 by 2 ആണ്. അതുകൊണ്ട് തന്നെയാണ് n plus 1 by n plus 1. ഇവിടെ n എന്ന് പറയുന്ന 1 by 2 ആണ്. അപ്പൊ n plus 1 by n plus 1. 5 by 2 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ n. അപ്പോൾ 5 by 2 plus 1 by 5 by 2 plus 1. ഇനി നമുക്കിത് ചെയ്യാം. എന്ത് വരും? ഇത് 5 by 2 plus 1 എന്ന് പറയുന്നത് എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 1 2. അപ്പോൾ 5 plus 2 by 2 that is 7 by 2. താഴെയും 7 by 2. ഇവിടെയോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 into 1 2. സോ 1 plus 2 by 2 അതായത് 3 by 2. 1 plus ഹാഫ് എന്ന് പറയുന്നത് 3 by 2. താഴെയും 3 by 2. ഇവിടെയോ? ഇവിടെ എന്ത് വരും? നമുക്കൊന്ന് നോക്കാമേ. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് റേസ് ടു 7 by 2 by 7 by 2 പ്ലസ് 3 ഇൻറ്റു എക്സ് റേസ് ടു 3 by 2 by 3 by 2. ഇവിടെ നോക്കിക്കേ, മൈനസ് 1 by 2 പ്ലസ് 1 അല്ലേ? മൈനസ് 1 by 2 പ്ലസ് 1 എന്ത് വരും? മൈനസ് 1 പ്ലസ് 2 by 2 വരും അല്ലേ? മൈനസ് 1 പ്ലസ് 2 എന്ന് പറയുന്നത് എത്ര ആൻസർ? 2 മൈനസ് 1 എത്ര? 1 by 2. 1 by 2 തന്നെ വരും അല്ലേ? അപ്പൊ എന്ത് വരും? പ്ലസ് 4x പവർ പോസിറ്റീവ് 1 by 2 ആണോ നെഗറ്റീവ് 1 by 2 ആണോ? പോസിറ്റീവ് 1 by 2 ആണ്. ബൈ 1 by 2 പ്ലസ് സി. സി ഇടാൻ മറന്നു പോകരുതേ, ഇവിടെ സി ഇട്ടില്ലല്ലോ. പ്ലസ് സി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡിനോമിനേറ്ററിനെ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 2 by 7 എക്സ് റേസ് ടു 7 by 2 പ്ലസ് ഈ 3 ക്യാൻസൽ ആയി പോകത്തില്ലേ? അതായത് 2x റേസ് ടു 3 by 2 എന്ന് വരും. ഈ 3യും ഈ 3യും ക്യാൻസൽ ആയി പോകും റെസിപ്രോക്കൽ വരുമ്പോൾ. പ്ലസ് ഈ 2 റെസിപ്രോക്കൽ വരുമ്പോൾ എന്തായി പോകും? 4 into 2 ആവത്തില്ലേ? 4 into 2 എന്ന് പറയുന്നത് 8. 8x റേസ് ടു 1 by 2 പ്ലസ് സി. അപ്പൊ നോക്ക് എന്ത് വരും? 2 by 3 എക്സ് റേസ് ടു 7 by 2 പ്ലസ് 2x റേസ് ടു 3 by 2 പ്ലസ് 8. ഇവിടെ നോക്കി, എക്സ് റേസ് ടു 1 by 2 എന്ന് പറഞ്ഞാൽ ആരാ അത്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് അല്ലേ? അതിനെ നമുക്ക് അങ്ങനെ എഴുതാം, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് സി. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ?
അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.